രാമായണം ആദികാണ്ഡം ഭാഗം 10. കാണികൾ അത്ഭുതപ്പെട്ടുപോയി. ഇത്രയധികം ആളുകളോ ഒരു വില്ല് കൊണ്ടുവരാൻ? ശരിയാണ്, ത്രയംബകം എന്ന ആ ശിവചാപം നീണ്ടു നിവർന്നു കിടന്ന് വിശ്രമിക്കുന്ന 4 ജോഡി ചക്രങ്ങളുള്ള ഒരു നെടുനീളൻ ഇരുമ്പുപെട്ടി ഉന്തിയും ഉരുട്ടിയും രംഗത്തെത്തിക്കാൻ ശക്തന്മാരായ 1000 ഭടന്മാർ വേണ്ടിവന്നു. പെട്ടി കൊണ്ടുവന്ന് വെച്ച ഉടനെ രാമൻ ബാലസഹജമായ കൗതുകത്തോടെ ഓടിച്ചെന്ന് തുറന്ന് അതിനകത്ത് കിടക്കുന്ന അത്രയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയ ആ വില്ലിന്മേൽ കൂടെ തെല്ലിട നേരം കണ്ണോടിച്ചു. അതിനുശേഷം ജനകന്റെയും വിശ്വാമിത്രന്റെയും നേരെ നോക്കി ചോദിച്ചു, വില്ലെടുത്ത് കുലച്ചോട്ടെ? ഓഹോ, ആവാലോ എന്ന് അവരിരുവരും തലയാട്ടി അനുവാദം കൊടുത്തു. ആ മഹാസദസ് അപ്പാടെ നിശബ്ദമായി. 1000 കണ്ണുകൾ ആ സാഹസികനായ കുമാരന്റെ നേരെ തറപ്പിച്ചു നിലകൊണ്ടു. ഇന്നേവരെ ആരുടെ മുൻപിലും തല കുനിക്കാൻ കൂട്ടാക്കാത്ത ആ ശിവചാപം ഇന്നിപ്പോൾ ഈ കൊച്ചുമിടുക്കന് വഴങ്ങുമോ എന്ന ഒരു സംശയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അതാ രാമൻ വില്ലിനു ചുറ്റും 3 വട്ടം വലം വെച്ച് വണക്കത്തോടെ കുനിഞ്ഞ് വില്ലിൽ തൊട്ട് തലയിൽ വെച്ചു. കുട്ടികൾ കളിവിൽ എന്ന പോലെ അതെടുത്ത് കാൽമുട്ടിൽ വെച്ച് വളച്ച് അനായാസം ഞാണിട്ടു കെട്ടിക്കഴിഞ്ഞു. ഹർഷാരവങ്ങളാലും ആർപ്പുവിളികളാലും അന്തരീക്ഷം ശബ്ദായനമായി. രാമൻ വെറുതെ ഒരു നേരം പോക്കിനെന്ന പോലെ 2 വിരൽ കൊണ്ട് വില്ലിൻ്റെ ഞാൺ പിടിച്ച് പതുക്കെ ഒരു വലി. ഹേ! വില്ലതാ 2 കഷ്ണം. ഒരു കഷ്ണം ഞാണിന്മേൽ തൂങ്ങിക്കൊണ്ട് തറയിലും മറ്റേത് രാമൻ്റെ കയ്യിലും. രാമൻ ഞാണിലൊന്ന് തൊട്ടപ്പോഴേക്കും പൊട്ടിപ്പോയെന്ന് വെച്ച് ആ വില്ല് പഴകി തുരുമ്പിച്ചതാണെന്ന് ആരും തെറ്റിദ്ധരിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണെങ്കിൽ അത് പൊട്ടുമ്പോൾ അത്ര ഭയാനകമായ ഒച്ചയുണ്ടാവില്ല. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഒഴിച്ച് മറ്റ് സകലരും പെട്ടെന്നുണ്ടായ ആ പൊട്ടലിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി വിറച്ചുപോയി. സീതയും ഞെട്ടിയില്ലെന്നാണ് നമ്മുടെ തുഞ്ചത്താചാര്യൻ പറയുന്നത്. ഇടിവിട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ, മൈഥിലി മയിൽ പെട പോലെ സന്തോഷം പൂണ്ടാൾ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ജനക മഹാരാജാവിന് രാമൻ്റെ അഭ്യാസ ചാതുരിയിൽ അതിയായ മതിപ്പ് തോന്നി. രാമനെ പോലെ വിവേകിയും വിദ്വാനും വീരനുമായി അദ്ദേഹം മറ്റാരെയും കണ്ടിട്ടില്ല എന്നത് തീർച്ച. തൻ്റെ മകൾ സീതയുടെ ഭാഗ്യം തന്നെ എന്ന് ഹർഷാശ്രുക്കളോടെ അദ്ദേഹം ഓർത്തു. പിന്നെ വിവാഹകാര്യമായി ദശരഥന് വിവരം കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനാൽ അന്നു തന്നെ അയോധ്യയിലേക്ക് ദൂതനെ പറഞ്ഞുവിട്ടു. ഈ കാര്യം അറിഞ്ഞ് ദശരഥൻ അത്യന്തം സന്തോഷിച്ചു. പിറ്റേ ദിവസം തന്നെ മിഥിലയിലേക്ക് പോകാൻ വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. നിശ്ചിത സമയത്ത് ദശരഥൻ പരിവാര സമേതം ആനപ്പുറത്തും തേരിലും ഢോലിയിലും മഞ്ചലിലും എല്ലാമായി മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ടു. വസിഷ്ഠാദി പുരോഹിതന്മാരും ബ്രാഹ്മണന്മാരും പൗരമുഖ്യന്മാരും പിന്നെ ദാസിദാസന്മാർ തുടങ്ങി വേണ്ടവരും വേണ്ടാത്തവരുമായി അസംഖ്യം ജനങ്ങളും മഹാരാജാവിൻ്റെ അകമ്പടി സേവിച്ച് അനുഗമിച്ചു. ഒരു മഹാരാജാവ് മറ്റൊരു രാജാവിൻ്റെ അതിഥിയായി പോവുകയല്ലേ, നിലയും വിലയും കാത്തു സൂക്ഷിക്കണ്ടേ? മാത്രമല്ല ദശരഥൻ രാജാതിരാജനുമല്ലേ. പാരിതോഷികങ്ങളും സമ്മാനങ്ങളും കൊടുക്കുവാനായി എത്രയെത്ര സ്വർണപാത്രങ്ങളും വെള്ളിക്കിണ്ണങ്ങളും ആഭരണങ്ങളും രത്നമാലകളും മുത്തുമണി മാല്യങ്ങളും വിലപിടിച്ച പട്ടുടയാടകളും തരാതരം പോലെ അടക്കി ഒതുക്കി വച്ചിട്ടുള്ള പെട്ടികൾ, അതു കയറ്റിയ കാളവണ്ടികൾ എന്നിവ വേറെ. എത്രയെത്ര കുതിരവണ്ടികൾ! ഇവയുടെ സംരക്ഷണത്തിനായി പ്രത്യേകം ആൾക്കാരും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ കുതിരപ്പടയടക്കമുള്ള ഒരു വിഭാഗം സൈന്യങ്ങളും അയോധ്യയിൽ നിന്നുള്ള ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ഉണ്ടായി. 4 ദിവസം കൊണ്ട് അവർ മിഥിലാപുരിയിലെത്തി. പ്രധാന ഗോപുരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് ഗംഭീരമായ വരവേൽപ്പും സ്വീകരണവും സംഘടിപ്പിക്കപ്പെട്ടു. ദശരഥനും കൂട്ടരും വന്നെത്തിയ വിവരമറിഞ്ഞ് ഉടനെ തന്നെ ജനക മഹാരാജൻ പരിവാര സമേതം ചെന്ന് രാജാവിനെ ആശ്ലേഷിച്ചു. അതിനുശേഷം പരമ്പരാഗതമായ ആചാര ഉപചാരങ്ങൾക്കും ചടങ്ങുകൾക്കും ശേഷം അവരെ പ്രത്യേകം സജ്ജീകരിച്ച് തയ്യാറാക്കപ്പെട്ട രാജകീയ മന്ദിരത്തിലേക്ക് ഔപചാരികമായി കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ എല്ലാവരും ഒത്തുചേർന്നു. വരൻ്റെ ആൾക്കാരും വധുവിൻ്റെ ആൾക്കാരും. ഇരു വിഭാഗക്കാർക്കും വല്ലതും ആലോചിക്കാനോ പറയുവാനോ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണിപ്പോൾ. രാമൻ്റെ കാര്യത്തിൽ പുതുതായി ഒന്നും ആലോചിക്കുവാനില്ല. ഇനി ചടങ്ങനുസരിച്ചുള്ള പാണിഗ്രഹണ കർമ്മം മാത്രമേ ബാക്കിയുള്ളൂ.
ദശരഥന് വേറെയും ഉണ്ടല്ലോ 3 മക്കൾ. അവരുടെയും വിവാഹം ഇതോടൊന്നിച്ചു തന്നെ അങ്ങ് നടത്തിയാൽ എന്താ? അതല്ലേ ഉചിതം? അപ്പോൾ കുട്ടികളോ? 3 രാജകുമാരികൾ വേണമല്ലോ. ആ കാര്യം ജനക മഹാരാജാവ് ഏറ്റു. അദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ട്, ഊർമിള. മഹാരാജാവിന്റെ അനുജൻ ശതധ്വജ രാജാവിന് വിവാഹപ്രായമെത്തിയ 2 പെൺമക്കളുമുണ്ട്. മൂത്തയാളുടെ പേർ മാണ്ഡവി, ഇളയവൾ ശ്രുതകീർത്തി. എല്ലാവരും കുട്ടികളെ കണ്ട് സംസാരിച്ചു. പിന്നെ ജാതകങ്ങൾ കൈമാറി. പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും ജാതകങ്ങൾ പരിശോധിച്ച ശേഷം 2 വിഭാഗങ്ങളിലെയും വേണ്ടപ്പെട്ടവരോട് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. അത് ഇങ്ങനെയായിരുന്നു: രാമന് സീത, ഭരതന് മാണ്ഡവി, ലക്ഷ്മണന് ഊർമിള, ശത്രുഘ്നന് ശ്രുതകീർത്തി. എപ്പോഴും പറയുന്നത് പോലെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഭാഗ്യഭാഗമായിട്ട് വേഗം വരാം.